മലപ്പുറം താനൂരിൽ നിന്ന് നാടുവിട്ട പെൺകുട്ടികളെ തിരൂരിലെത്തിച്ചു. മുംബൈയിൽ നിന്ന് ഇന്നലെ പുലർച്ചെ കണ്ടെത്തിയ കുട്ടികളുമായി പോലീസ് സംഘം തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുട്ടികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തും. കൌൺസിലിംഗിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകാനാണ് തീരുമാനം. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, പെൺകുട്ടികളുമായി പോലീസ് സംഘം തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ മജിസ്ട്രേറ്റിന് മുന്നിലേക്കാണോ അവരെ കൊണ്ടുപോയിരിക്കുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും അല്പം മുമ്പാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഗരീബ് രഥ് ട്രെയിനിൽ ഈ കുട്ടികളും പോലീസ് സംഘവും ഉൾപ്പെടെയുള്ളവർ എത്തിയത്. അല്പം സമയം മുമ്പ് അവർ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. അവിടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനായി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായി കൊണ്ടുപോയിട്ടുള്ളത്. അതിനുശേഷം കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. ഈ രക്ഷിതാക്കൾക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്കുമൊക്കെ കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട്. അതിനുശേഷം അവർക്ക് മാതാപിതാക്കളെ കൂടെ വിട്ടു കൊടുക്കും എന്നുള്ളത് തന്നെയാണ് പ്രത്യേകമായി പറയാനുള്ളത്. നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടെങ്കിൽ പോലും നമ്മൾ ആ കുട്ടികളുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല. ആ കുട്ടികളെ ഇനി പിന്തുടരേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. അവരുടെ ദൃശ്യങ്ങളൊന്നും തന്നെ നമ്മൾ നൽകുന്നില്ല. വിവരങ്ങൾ അവർ എത്തി എന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ഇനി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയായിരുന്നു കുട്ടികളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ വാർത്ത നൽകിയിരുന്നത്. മാധ്യമങ്ങളിലെ വാർത്തയൊക്കെ തന്നെയാണ് ഈ കുട്ടികളെ കണ്ടെത്താൻ വളരെ സഹായകമായിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ആശ്വാസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അവർ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വീട്ടിലേക്ക് പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കുട്ടികളെ ഇനി കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റു കാര്യങ്ങൾ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുവാവ് അറസ്റ്റിലുണ്ട്, യുവാവ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ യുവാവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇനി കുട്ടികളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. എന്തിനാണ് പോയത്, എങ്ങനെയാണ് പോയത്, ഏത് സാഹചര്യം, എന്താണ് ഉണ്ടായ സാഹചര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. മൊഴിയെടുത്ത ശേഷം കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടുമോ? തീർച്ചയായിട്ടും പരമാവധി ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ പിടിയിലായിട്ടുള്ള അസ്ലം എന്ന് പറയുന്ന യുവാവിനെ എതിരെ ഒരു പക്ഷേ അയാൾക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കും. അയാളുടെ ഒരു അറസ്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഒരു പക്ഷേ ഇന്ന് കാണുന്നുണ്ട്. കാരണം ഈ കുട്ടികളെ അവിടെ അങ്ങോട്ടേക്ക് മുംബൈയിലേക്ക് പോകാൻ സഹായിച്ചത് അസ്ലമാണെന്നുള്ള ഒരു വിവരം നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അസ്ലം ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയത്, എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് സാഹചര്യത്തിലാണ് കുട്ടികളെ മുംബൈയിലേക്ക് പോകാൻ സാധിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരും. അങ്ങനെ വ്യക്തത വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ യുവാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളെത്തിയെന്നുള്ള ആശ്വാസകരമാണെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും പെൺകുട്ടികളെ ഇപ്പോൾ തിരൂരിലെത്തിച്ചിരിക്കുകയാണ്. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം കുട്ടികളുടെ രഹസ്യം മൊഴിയെടുക്കും. അതിന് പിന്നാലെ രക്ഷിതാക്കൾക്കൊപ്പം വിടുമെന്നാണ് അറിയുന്നത്. ജംഷീർ കുടിഞ്ഞിയാണ് വിശദാംശങ്ങൾ നൽകിയത്.